ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം. നാളെ നമ്മൾ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രിക വഴിപാടിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു. ആ ദിവസം വരലക്ഷ്മി വ്രതമായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വരലക്ഷ്മി വ്രതമായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ ദിവസത്തെ വഴിപാടുകളും പൂജകളും ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിലോ ഇനി വരുന്ന അടുത്ത വെള്ളിയാഴ്ച, അതായത് നാളെ ഈ ഒരു വഴിപാടും പൂജകളും നമ്മുടെ വീടുകളിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതുപ്രകാരം കഴിഞ്ഞ ആഴ്ച വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ, വരലക്ഷ്മി പൂജകൾ ചെയ്യാൻ സാധിക്കാത്തവർ, ഇനി അഥവാ മഹാലക്ഷ്മി ദേവി വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവർക്കെല്ലാം നമുക്ക് ദൈവമായിട്ട് അനുഗ്രഹിച്ചു തന്ന ഒരു ദിവസം കൂടിയാണ് കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായ നാളെ. അപ്പോൾ നാളെ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ത്രീകൾ ശുദ്ധമായിരിക്കണം. ആദ്യം രാവിലെ എഴുന്നേറ്റതും കുളി കഴിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കുലദൈവ അനുഗ്രഹവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുകയുള്ളൂ. നമ്മൾ പലരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്, എത്ര തന്നെ പണം സമ്പാദിച്ചാലും ഒരു രൂപ പോലും കയ്യിൽ തങ്ങി നിൽക്കുന്നില്ല. എങ്ങനെയോ ഓരോ ചിലവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ചിലവുകൾക്കായിട്ട് നമ്മുടെ കയ്യിലുള്ള പണങ്ങൾ, സേവിങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കടമായിട്ട് വാങ്ങി കൊടുക്കുവാനാണെങ്കിലും നമ്മുടെ കയ്യിലെ പണങ്ങൾ മുഴുവനായിട്ട് ചിലവായി പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ മാറ്റിയെടുക്കുവാനുള്ള എന്തെങ്കിലും ഒരു പരിഹാര മാർഗമുണ്ടോ എന്ന് നമ്മളിൽ പലരും പല സന്ദർഭങ്ങളിലും വിചാരിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഉള്ള ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ദേവീ വഴിപാടിന് ഏറ്റവും ഉത്തമമാണ് എന്നുള്ള കാര്യം. ഇനി അഥവാ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ ഏതൊരു വെള്ളിയാഴ്ചകളിലും ദേവീ വഴിപാട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ രാവിലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുക. അതായത് ഒരു 5:15 എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ദീപമെങ്കിലും നമ്മൾ തെളിയിച്ചു വെക്കുക. മറക്കാതെ ചെയ്യുക. നാളെ രാവിലെ ഒരു ദീപമെങ്കിലും തെളിയിച്ചു വെക്കേണ്ടതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെയുള്ള സമയം, ശുക്രഹോര സമയം, വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് വീട്ടിലേക്ക് കല്ലുപ്പ് വാങ്ങി വരാവുന്നതാണ്. കല്ലുപ്പ് മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായതിനാൽ നമ്മൾ നാളെ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും, അതായത് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ശുക്രഹോര സമയത്ത് ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യേണ്ടതാണ്. അത് പൂജാമുറിയിൽ കൊണ്ട് പോയി വെക്കാവുന്നതാണ്. അടുത്ത ആഴ്ച നമ്മൾ കല്ലുപ്പ് വാങ്ങിക്കുമ്പോൾ ആദ്യം വാങ്ങിയ ആ കല്ലുപ്പ് നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ, അതായത് കഴിഞ്ഞ ആഴ്ച വീഡിയോ കണ്ടവർക്കും അറിയാം, എങ്കിലും ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാം. പണം തടസ്സമില്ലാതെ വന്നു ചേരുവാനും കുലദൈവ അനുഗ്രഹം ഉണ്ടാകുവാനും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുവാനുമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രിക വഴിപാട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഭസ്മം, ഒരു കഷ്ണം പച്ചക്കർപ്പൂരം, കുറച്ച് കുങ്കുമം ഇവ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു കലശച്ചെമ്പ്, നമ്മുടെ വീട്ടിൽ കലശച്ചെമ്പുണ്ടെങ്കിൽ അത് എടുക്കുക. ഇനി അഥവാ കലശച്ചെമ്പില്ലെങ്കിൽ സ്റ്റീൽ എടുക്കട്ടെ എന്ന് ചോദിക്കരുത്. സ്റ്റീൽ പാത്രം ഉപയോഗിക്കേണ്ട. അല്ലെങ്കിൽ മണ്ണിൻ്റെ ഏതെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ഉരുളി രൂപത്തിലുള്ളതോ കിട്ടിയാലും സാരമില്ല. അങ്ങനെയുള്ള ഒരു പാത്രം എടുത്ത് അതിൽ ശുദ്ധമായ വെള്ളം എടുക്കാം. ഇനി നിങ്ങൾക്ക് പനീര് കലർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പനിനീര് പകുതിയും വെള്ളം പകുതിയും കലർത്തി ഒരു കൈപ്പിടി അളവിനോ അല്ലെങ്കിൽ ഒരു സ്പൂൺ അളവിനോ കല്ലുപ്പ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ സാധനങ്ങളോടൊപ്പം 2 ഏലക്കയും 2 ഗ്രാമ്പുവും എടുത്ത് അതും എല്ലാം കൂടി നമുക്ക് ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഇടാവുന്നതാണ്. അതായത് മഞ്ഞൾപ്പൊടി, കുങ്കുമം, ഭസ്മം, ഏലക്ക, പച്ചക്കർപ്പൂരം, ഗ്രാമ്പു ഇവ ഈ വെള്ളത്തിലേക്ക് ഇട്ടുവയ്ക്കാം. ഇത് ചെയ്യേണ്ട സമയം രാവിലെ ശുക്രഹോര സമയത്താണ്. അതായത് 6 മണി മുതൽക്ക് 7 മണി വരെയുള്ള സമയത്ത്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഇട്ടുവെച്ച് നമ്മുടെ കയ്യിൽ ഏത് പൂക്കളാണോ ഉള്ളത്, ഇനി വീട്ടിൽ ചെമ്പരത്തി പൂവേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിലും സാരമില്ല, ആ പൂവ് കൊണ്ട് നമ്മൾ ഈ വെള്ളത്തിന് മുകളിലേക്ക് വെക്കാവുന്നതാണ്. മുഴുവനായിട്ട് നമ്മൾ വെള്ളം എടുക്കുക, ഒരു 1/4 ഭാഗത്തോളമോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ എടുത്ത് അതിൽ ഈ പൊടികളെല്ലാം ഇട്ട് അതിന് മുകളിൽ പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്യാം.
ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് വേപ്പ് ഇല, അതായത് ആര്യവേപ്പില എന്ന് പറയും. ആ വേപ്പിലയുടെ 2-3 കൊത്തിയിലകൾ എടുത്ത് നമുക്ക് ഈ ചെമ്പിന് മുകളിൽ, അതായത് കലശ ചെമ്പിന് മുകളിൽ വെച്ച് ഒരു ചെറിയ അലങ്കാര രീതിയിലൊന്ന് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിൻ്റെ, നമ്മൾ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ വലതുവശത്തുണ്ടാകണം. നമ്മൾ പുറത്തു നിന്നും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ വലതുവശത്തായിരിക്കണം ഈ ചെമ്പ് ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ ആഴ്ച ഒരുപാട് പേർ ഇതിനെക്കുറിച്ചുള്ള സംശയം ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ചെമ്പ് വെക്കുമ്പോൾ നമ്മൾ താഴെ ഒരു തട്ടം വെക്കണം. തട്ടത്തിന് മുകളിലായിട്ടായിരിക്കണം ഇത് വെക്കേണ്ടത്. ഇത് നമ്മൾ വെച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 3 ദിവസം നമുക്ക് ഇത് അവിടെ തന്നെ ഇരുന്നാലും ശരി. ഇനി അഥവാ നിങ്ങൾക്ക് മറ്റന്നാൾ, അതായത് ഞായറാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് ഇത് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിച്ചു കളയുകയോ അല്ലെങ്കിൽ നമ്മുടെ ഈ വെള്ളം മുഴുവനായിട്ട് വീടിന് പുറത്ത് നിന്ന് അകത്തേക്ക് വിടുകയോ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടുകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു അത്ഭുത താന്ത്രിക പരിഹാര മാർഗമാണ്. നമ്മൾ സ്ത്രീകളാണ് നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ലക്ഷ്മി എന്ന് പറയുന്നത്. നമ്മൾ ശുദ്ധമായിരിക്കുകയും നമ്മൾ ശരിയായ രീതിയിൽ പൂജകൾ ചെയ്യുകയും നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി സ്ഥിരമായി തങ്ങുകയുള്ളൂ. ലക്ഷ്മി ദേവി സ്ഥിരമായി തങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലെ പണക്കഷ്ടം ഇല്ലാതാവുകയുള്ളൂ. പണക്കഷ്ടം മാറിക്കിട്ടുവാൻ വേണ്ടി മാത്രമല്ല, കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുവാനും കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനും കുടുംബത്തിൽ എപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ടാകുവാനും നമ്മൾ സ്ത്രീകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് നാളെ ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് നാളെ രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല. ഉച്ച സമയം 1 മുതൽ 2 വരെ, അല്ലെങ്കിൽ രാത്രിയിൽ 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള ശുക്രഹോര സമയത്തും നമുക്കിനിത് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീടിനടുത്തുള്ള ദേവീ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. അവിടെ ചെന്ന് നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനായിട്ട് നിങ്ങളുടെ വീട്ടിനടുത്ത് ദേവീക്ഷേത്രത്തിൽ കടുമധുര പായസത്തിനാക്കാൻ പറ്റുമെങ്കിൽ അതാക്കാവുന്നതാണ്. ഇനി അതാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല. നാളെ നിങ്ങൾ ഒരു 3 സുമംഗലികളായ സ്ത്രീകൾക്ക് കുപ്പിവള 1 ഡസൻ വാങ്ങിക്കൊടുക്കുക. കുപ്പിവളയോടൊപ്പം 2 വെറ്റില, അടയ്ക്ക, അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കുറഞ്ഞ വിലയിൽ ഒരു ബ്ലൗസ് തുണി എടുത്തു കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം മഞ്ഞൾ, കുങ്കുമം, ഇനി മഞ്ഞൾ നിറത്തിലുള്ള താലിക്കയർ, ഇവ നമുക്ക് ഒരു ചെറിയ തട്ടിലാക്കി എടുത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് അറിയുന്നവർക്ക് കൊടുത്താലും ശരി, ഇനി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്താലും ശരി. ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ ദീർഘായുസ്സിനു വേണ്ടിയും നമ്മുടെ ഭർത്താക്കന്മാരുടെ ദീർഘായുസ്സിനു വേണ്ടിയും കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുവാനും ദീർഘസുമംഗലിയായിരിക്കുവാനും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ്, അല്ലെങ്കിൽ വഴിപാട് രീതിയാണ്. ഇതും നിങ്ങൾക്ക് നാളെ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഒരു കവർ കുങ്കുമം നാളെ പുറത്തു നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഒരു ചെറിയ കവർ, ഒരു 50 രൂപയുടെ ഒരു കവർ കുങ്കുമം വാങ്ങി ദേവീ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്ത് ദേവിയുടെ മുകളിൽ അർച്ചനയ്ക്കായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അതിനെ കുങ്കുമം ദേവിയുടെ പാദത്തിൽ വെച്ച് വാങ്ങിക്കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ സുമംഗലികളായ സ്ത്രീകൾക്കും ഈ കുങ്കുമം വെക്കാനായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒരു വഴിപാടാണ്. ദേവി അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മൾ തൊട്ടതെല്ലാം തന്നെ നമുക്ക് പൊന്നാക്കുവാൻ സാധിക്കും. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ കൂടി നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഇനി ജോലിക്ക് പോകുന്നവരാണ് എന്ന് പറയുകയാണെങ്കിലും സാരമില്ല. നാളെ വൈകുന്നേരം 6 മണിക്ക് ശേഷവും നമുക്ക് അമ്പലത്തിൽ പോയി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിലൊന്നും പോകാൻ സാധിച്ചില്ല, ഞങ്ങൾക്ക് വീടുകളിൽ ചെറിയ രീതിയിൽ ഏതെങ്കിലും വഴിപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പരിഹാര മാർഗമുണ്ട്. നാളെ മഹാലക്ഷ്മി ദേവിക്ക് കുങ്കുമ അർച്ചന ചെയ്യാവുന്നതാണ്.
മഹാലക്ഷ്മി ദേവിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നല്ല മുല്ലപ്പൂ കൊണ്ട് അലങ്കാരം ചെയ്ത് രണ്ട് സൈഡും നമ്മൾ ദേവിയുടെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ദീപങ്ങൾ മൺവിളക്കിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് വിളക്കാണോ ഉള്ളത് അതിൽ നെയ് ദീപം തെളിയിച്ചു വെച്ച് നമ്മൾ 108 പ്രാവശ്യം മഹാലക്ഷ്മി ദേവിയുടെ നാമങ്ങൾ നിങ്ങൾക്ക് ചൊല്ലിയിട്ട് നമ്മൾ കുങ്കുമം എടുത്ത് ദേവിക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. അർച്ചന ചെയ്യുക എന്ന് പറയുമ്പോൾ കുങ്കുമം ദേവിയുടെ മുകളിൽ ഇടുന്നതിനേക്കാൾ നല്ലത് ഒരു വെറ്റില വെച്ച് ദേവിയുടെ മുകളിൽ ആ കുങ്കുമം വെച്ച് അതിലേക്ക് ആ വെറ്റിലയിലേക്ക് കുങ്കുമം ഇട്ട് വയ്ക്കുക. ഇനി ആ കുങ്കുമം നമ്മൾ ഈ അർച്ചന കഴിഞ്ഞ് ദീപധൂപ ആരാധനകളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു ഡപ്പ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അല്ലെങ്കിൽ കുങ്കുമ ചെപ്പിൽ നമുക്ക് ഇട്ടുവെച്ച് ആ കുങ്കുമം നമ്മൾ ദിവസവും തിരുനെറ്റിയിൽ അണിഞ്ഞു വരുന്നത് നമ്മൾ ഏത് വഴിപാട് ചെയ്തില്ലെങ്കിലും നമുക്ക് എല്ലാ വഴിപാടുകളുടെയും ഫലം ഒരുമിച്ച് കൊണ്ടുതരുന്ന ഒരു വഴിപാടാണ് ഈ കുങ്കുമ അർച്ചന വഴിപാട് എന്ന് പറയുന്നത്. ഇതും നാളെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. നമ്മളെപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകളാണ് കഷ്ടപ്പാടുകളാണ് എന്നെല്ലാം പറഞ്ഞ് വഴിപാടുകൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയുന്നവർക്ക് പോലും നാളെ നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിവിടെ പറഞ്ഞതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങളെ കൊണ്ട് എന്തായാലും സാധിക്കും. ഇനി നാളെ ലളിതാ സഹസ്രനാമം ചൊല്ലാം, ദേവി മഹാത്മ്യം ചൊല്ലാം, മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ കൊണ്ടുതരുന്ന വഴിപാട് രീതികളാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ നാളെ മറക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. നിങ്ങൾ നാളെ രാത്രി 9 മണി വരെ ശുക്രഹോര സമയമുണ്ട്. അതായത് രാത്രി 8 to 9 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഈ വഴിപാടുകളും പൂജകളും എല്ലാം ചെയ്തു തീർക്കുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.